നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ ടോളും കൊടുത്ത് നരക യാത്ര അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. വെക്കേഷൻ സമയമാണ്, നല്ല തിരക്കാണ് റോഡിൽ. ടോളും കൊടുത്ത് പോകുന്ന റോട്ടിൽ ഇതേപോലെ ചില സ്ഥലത്ത് നല്ല ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടാറുണ്ട് ചില ദിവസങ്ങളിൽ. എല്ലാ സമയത്തും ഗതാഗതക്കുരുക്കില്ല, ചില ദിവസങ്ങളിൽ ചില സമയത്ത് നല്ല രീതിയിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടാറുണ്ട് നമ്മുടെ ഈ കോഴിക്കോട് ബൈപ്പാസിൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോഴിക്കോട് ബൈപ്പാസിലെ കാഴ്ചകളാണ്. സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കോഴിക്കോട് ബൈപ്പാസിലെ ഈ ഒരു പണി നടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടും അതേപോലെ പണി നടക്കുന്ന ഭാഗത്തെ പുതിയ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. നിലവിലുള്ള ആദ്യത്തെ 2 വരി പാലങ്ങൾ വീതി കൂട്ടുന്ന പണികളും അതേപോലെ ചില സ്ഥലത്ത് സർവീസ് റോഡിന്റെ ഒക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ വാളിന്റെ പണികൾ, മണ്ണിടിച്ചിലുള്ള ഭാഗത്ത് വാളിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മലാപ്പറമ്പ് ഭാഗത്ത് വാളിന്റെ പണികളൊക്കെ കഴിഞ്ഞ, അവിടെ സർവീസ് റോഡിന്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സൈഡിൽ ടോൾ പ്ലാസയിൽ ഇപ്പൊ തിരക്കിലുണ്ട്. ഉച്ച സമയത്ത് എടുത്തപ്പോൾ കാര്യമായിട്ട് തിരക്കില്ല. പക്ഷെ 4 മണി, വൈകുന്നേരം 3:30 മണി മുതൽ രാത്രി ഏകദേശം ഒരു 10 മണി വരെ ഈ ഒരു അറുപുഴ പാലത്തിന്റെ ഭാഗത്ത് നല്ല ബ്ലോക്ക് ഉണ്ടാകും. ഇത് അറുപുഴ ഭാഗത്താണ്. ഉച്ച സമയത്ത് ഉച്ചക്ക് 1:15 എടുത്ത വീഡിയോ ആണ്. ഇവിടെ കണ്ടങ്ങള് കാര്യമായിട്ട് ഒരു തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ വൈകുന്നേരം 3:30 മണി മുതൽ രാത്രി ഏകദേശം 10 മണി വരെ, അത് ശനി ഞായർ ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ 12 മണി വരെയൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടാകാനും ബീച്ചിൽ പോയി വരുന്ന ആളുകളും കോഴിക്കോട് പോയി വരുന്ന ആളുകളൊക്കെ ഇതിലൂടെ തിരിച്ചു വരുമ്പോൾ ഈ ഒരു ഗതാഗത കുരുക്കിൽ അനുഭവപ്പെടാറുണ്ട്. അപ്പുറത്ത് കൂടെ വന്നിക്കാന്നുണ്ടെങ്കിൽ ചെറുവണ്ണൂർ മേൽപ്പാലത്തിന് പണി നടക്കുന്നുണ്ട്, അവിടെയും ബ്ലോക്ക്. ഉച്ച സമയത്ത് ബ്ലോക്കിൽ ഇല്ലാതെ പോകാം. പക്ഷെ ഈ ടോളും കൊടുത്ത് 145 രൂപ ടോളും കൊടുത്ത് ഈ ഒരു ബ്ലോക്കിലും വിട്ട് പോകുമ്പോഴുള്ള അവസ്ഥ. ഈ ഒരു ക്ലിപ്പ് ഞാൻ എടുത്തത് വൈകുന്നേരം 3:20, അതായത് ഈ ഒരു വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ചു പോകുമ്പോൾ ഡ്രോൺ വിഷ്വൽ എടുത്തതാ. 3:20 ഈ ഒരു ബ്ലോക്ക്. അപ്പോൾ 5 മണി മുതൽ രാത്രി 8 മണി വരെ എത്രത്തോളം ബ്ലോക്ക് ഇവിടെ അനുഭവപ്പെടും എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. എന്തായാലും ഇതിലൂടെ യാത്ര ചെയ്ത ആളുകൾക്കും ഈ ഒരു പരിസരത്തുള്ള ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും ഈ ഒരു അറുപുഴ പാലത്തിന്റെ ഭാഗത്ത് എത്രത്തോളം ബ്ലോക്ക് ഉണ്ടെന്ന്. ഒരു വലിയൊരു പോയ പോലെ വീതിയിൽ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഒരു ഒറ്റ ട്രാക്കിലേക്ക് മാറുമ്പോഴുള്ള ബ്ലോക്കാട്ടോ. അതിന് ദൂരത്തുനിന്ന് ഇവിടെയൊക്കെ ദൂരം കൂട്ടിയിട്ടുണ്ട്, പരമാവധി ദൂരം കൂട്ടിയിട്ട് 2 അങ്ങനെ 1 മാറാണ്. പുതുതായി നിർമ്മിച്ച ആ ഒരു പാലത്തിന്റെ ഒരു വരിയിലൂടെ ഒരു വശത്തേക്കുള്ള തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പോകുന്നു, 2 വരിയിലൂടെ കോഴിക്കോട് ഭാഗത്തേക്ക്, അതായത് ടോൾ പ്ലാസയുടെ ഈ ഒരു ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നു. ഇവിടുന്ന് ഈ ഒരു ബോട്ടിൽ നെക്ക് പോലുള്ള ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ബ്ലോക്ക് പരന്ന് വരില്ലേ. അത്രയും 13.5 മീറ്റർ വീതിയുള്ള റോഡിൽ നിന്ന് ഇങ്ങനെ പരന്ന് വന്നിട്ട് പിന്നെ ഒരു 3.5 മീറ്റർ വീതിയിലേക്കുള്ള റോഡിലേക്ക് കയറുമ്പോഴുള്ള ബ്ലോക്കാണ്. ഏതായാലും പാലം ഡയമണ്ട് കട്ടിങ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഫുട്പാത്തിന്റെ ഭാഗത്തൂടെ കട്ട് ചെയ്യുന്ന പണികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൽ ഗാർഡർ ലോഞ്ചിങ് എന്തായാലും ഒരു 3-4 മാസത്തെ പണികൾ ബാക്കി ഉണ്ടാകും ഇവിടെ. ഇതാണ്ട് കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ പിന്നെ കൂരിയാട് വരെ, കുളപ്പുറം വരെ സുഖമായിട്ട് പുതിയ ഹൈവേയിലൂടെ ചീറിപ്പാഞ്ഞ് പോകാം. കൂരിയാടും ഇപ്പോൾ കാര്യമായിട്ടുള്ള ബ്ലോക്കോ കാര്യങ്ങളൊന്നും ഇല്ല, നല്ല വീതി ഉള്ളതുകൊണ്ട് കൂരിയാട് എന്തായാലും അടുത്ത മാസം ആകുമ്പോൾ ഓപ്പൺ ആവും. ഈ ഒരു ഉച്ച സമയത്ത് കോഴിക്കോട്, അതായത് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ഒരു ടോൾ പ്ലാസന്റെ അവിടെ കാര്യമായിട്ടുള്ള തിരക്കില്ല കേട്ടോ. പിന്നെ ടോൾ പ്ലാസ കടക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ക്യാഷ് ഇപ്പോൾ എവിടെയും അക്സെപ്റ്റ് ചെയ്യില്ല. ഒന്നെങ്കിൽ UPI ഓൺലൈൻ പേയ്മെന്റ്, അല്ലാന്നുണ്ടെങ്കിൽ ഫാസ്ടാഗ്. അപ്പോൾ ഫാസ്ടാഗ് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ചില പരിപാടിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി പറഞ്ഞുതരാം. ഞാനൊരു കഴിഞ്ഞ ദിണ്ടിഗൽ യാത്ര പോയ സമയത്ത് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. UPI दूसरा स्कैनर नहीं, यही है? ഞാൻ അവനോട് വേറെ സ്കാനർ ഇല്ലെന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ കണ്ണും മോറും മാറി. നിയമപരമായിട്ട് ഈ ഒരു സ്കാനർ ഇല്ലീഗലാണ്. അതായത് നമ്മൾ കടയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ കാണുന്നത് പോലത്തെ QR സ്റ്റിക്കർ, അത് പ്രകാരം ടോൾ പിരിക്കൽ ഇല്ലീഗലാണ്. NHAയുടെ പുതിയ നിയമപ്രകാരം ഡൈനാമിക് QR ഉപയോഗിച്ച് മാത്രമേ UPI പേയ്മെന്റ് നടത്താൻ വേണ്ടി പറ്റുള്ളൂ. അതായത് ഓരോ വാഹനത്തിനും, നിങ്ങളെ വാഹനം കടന്നു പോകുമ്പോൾ അതിന്റെ നമ്പറൊക്കെ അടിച്ചിട്ട് ഓരോ വാഹനത്തിനും ഓരോ QR, ഡൈനാമിക് QR, ഇതാണ് ആ ഡിസ്പ്ലേയിൽ. ഇപ്പം നമ്മുടെ വാഹനത്തിന് നമ്പറൊക്കെ വെച്ചൊരു സ്കാനർ വന്നു. അപ്പോൾ UPI പേയ്മെന്റ് ചെയ്യുമ്പോൾ നിയമപരമായിട്ട് ഇതാണ് ഈ കാണുന്നത്. ഇപ്പോൾ ആ ഡിസ്പ്ലേയിൽ കാണുന്നത് ഡൈനാമിക് QR, അതിൽ സ്കാൻ ചെയ്തിട്ട് വേണം നിങ്ങൾ പേയ്മെന്റ് ചെയ്യാൻ. സാധാ QRൽ സ്കാൻ ചെയ്യുമ്പോൾ അത് NHAന്റെ അക്കൗണ്ടിലേക്ക് പോകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഓരോ വണ്ടിക്കും ഓരോ സ്കാനർ വരും. നമ്മൾ ലാസ്റ്റ് ടോൾ ആ ബൂത്തിൽ വന്നിക്കാന്നുണ്ടെങ്കിൽ ഓരോ വണ്ടിക്കും, ഇപ്പോൾ ഇതിൽ KL 11E 7918 ഓരോ വണ്ടിക്കും ഓരോ സ്കാനറാണ് വരല്ലേ. ഇവർ എന്ത് കാട്ടുന്നവരോ, സാധാരണ എല്ലാം നമ്മൾ വിചാരിച്ച് നമുക്ക് പെട്ടെന്ന് പോകാം, 140 വാങ്ങണുള്ളൂ എന്ന് പറയും. കണക്ക് പ്രകാരം 181
181.25 പൈസയാണ്. 25 പൈസ ആ ഒരു കണക്കാണ് നമുക്ക് NHA കൊടുക്കാനുള്ളത്. ഈ ഫാസ്ടാഗ് കംപ്ലൈന്റ് ആണ്, ബ്ലാക്ക് ലിസ്റ്റ് പെട്ടുകയാണ്, നിങ്ങൾ QR UPI പേയ്മെന്റ് ചെയ്തോളി എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരോട് പറയണം ഡൈനാമിക് QR എവിടെ, അതിൽ നിങ്ങൾ സ്കാൻ ചെയ്യുള്ളൂ എന്ന് പറയണം. ഇത് കണ്ട തമിഴ്നാട്ടിൽ കണ്ട UPI പേയ്മെന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അവർ അവിടെ സ്ക്രീനൊക്കെ എപ്പോഴും ഓണാണ്. അവിടെയൊക്കെ വെട്ടിച്ചെറിയും. കോഴിക്കോടൊക്കെ എപ്പോഴും സ്ക്രീനൊക്കെ ഓഫാട്ടോ. ഇനി ടോൾ പ്ലാസയിൽ ഫാസ്ടാഗിൽ ബാലൻസ് ഇല്ലാതെ വരുമ്പോൾ UPI പേയ്മെന്റ് നടത്തുമ്പോൾ അത് ഡൈനാമിക് QR ആണെന്ന് ഉറപ്പുവരുത്തുക. ടോൾ പ്ലാസയിൽ നമ്മൾ കൊടുക്കുന്ന പണം NHAയുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും, അതായത് രാജ്യത്ത് ജീവിക്കുന്ന ഓരോ പൗരന്റെയും കടമയാണ്. അതുപോലെ ടോൾ പ്ലാസ കഴിഞ്ഞ ഉടനെയുള്ള മാമ്പുഴ പാലത്തിന്റെ മുകളിൽ ഗാഡർ വെക്കുന്ന പണികൾ ഏകദേശം 2 മാസം മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പിന്നെ കാര്യമായിട്ട് ബ്ലോക്ക് ഉണ്ടാവാറുണ്ടോ? കാര്യമായിട്ട് നമ്മളെപ്പോഴും ബ്ലോക്ക് കാണില്ല. ഇതാണ് മാസ്റ്റിക് പാഡ് കേട്ടോ. നമ്മളെ ഈ ഒരു വാട്ടർ പ്രൂഫിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ബിറ്റുമിൻ കോൺക്രീറ്റ്, അതായത് ടാറിങ് ഈ കോൺക്രീറ്റിൽ ചിലപ്പം പെട്ടെന്ന് പിടിക്കൂല. അപ്പോൾ ഈ ഒരു മാസ്റ്റിക് പാഡ് ഒട്ടിച്ചാൽ അതിന് മുകളിൽ ബിറ്റുമിൻ കോൺക്രീറ്റ് സെറ്റ് ആകും. പിന്നെ ടാറിങ് ചെയ്തതിനു ശേഷമുള്ള ആ ഒരു മഴ പെയ്യുമ്പോൾ ടാറിങ്ങിൻ്റെ അടിയിലൂടെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്ന് കോൺക്രീറ്റിൽ ചിലപ്പോൾ കേടുപാടുകൾ വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ ഈ ഒരു മാസ്റ്റിക് പാഡ് സഹായിക്കും. ചൂടാക്കിയിട്ടാണ് ഒട്ടിക്കുന്നത് കേട്ടോ. 20 പാഡ് ഒട്ടിക്കാൻ ഒരു സിലിണ്ടർ വേണം. ഈ ഒരു സിലിണ്ടർ ഉണ്ടെങ്കിൽ 20 പാഡ് ഒട്ടിക്കുക. നല്ല ഹൈ പ്രഷറിലും നല്ല ചൂടിൽ, എന്താ ചൂട് വരെ എൻ്റെ ഇരുത്തിക്കൊണ്ട് അതിനൊക്കെ സമ്മതിക്കണം. ഇവയിലുള്ള 2 വരി, അതായത് ആദ്യത്തെ 2 വരി പാലങ്ങളുള്ള സ്ഥലത്തൊക്കെ 3 വരിയായി വീതി കൂട്ടുന്ന പണികളാണ് ഇപ്പോൾ കോഴിക്കോട് ബൈപ്പാസിൽ കാര്യമായിട്ട് നടക്കുന്നത്. അത് വേറെ ടെൻഡറാട്ടോ, അത് വേറെ കരാർ പ്രകാരമുള്ള നിർമ്മാണമാണ്. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പുതിയ പാലത്തിലൂടെ 2+1 എന്ന രീതിയിലാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. കോരപ്പുഴ പാലം, മാമ്പുഴ പാലം, പുറക്കാട്ടേരി പാലം, അറുപുഴ പാലം. അതിൽ അറുപുഴ പാലത്തിന്റെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കുള്ളത്. കോരപ്പുഴ പാലമാണ് ഏറ്റവും നീളം കൂടുതലുള്ളത്. അവിടെ പിന്നെ തിരക്കില്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് കാര്യമായിട്ടുള്ള ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. മറ്റേ ഈ അറുപുഴ പാലത്തിന്റെ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. ആദ്യത്തെ നമ്മുടെ ഒരു ദേശീയപാതയുടെ നിർമ്മാണ കരാർ പ്രകാരം ഈ ഒരു റീച്ചിലെ പണികൾ ഇപ്പോൾ ചില സ്ഥലത്ത് സർവീസ് റോഡിന്റെ ആ ഒരു മുട്ടിക്കുന്ന പണികളൊക്കെ കുറച്ച് സ്ഥലത്ത് ബാക്കിയുണ്ട്. പണികൾ കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞതാണ്. എന്നാലും ഇപ്പോൾ കഴിഞ്ഞ ഞാൻ ദിണ്ടിഗൽ യാത്രയിൽ ഒരു 2-3 സ്ഥലത്ത് അണ്ടർപാസിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ടോൾ പിരിവില്ല. പക്ഷെ ഒരു സ്ഥലത്ത് കറക്റ്റായിട്ട് ടോൾ പിരിവ്, അതാണ് ആ ഡൈനാമിക് QR ഒക്കെ കണ്ടത്. കൊളവണ്ണയിൽ ഈ സൈഡിൽ കുറച്ച് തിരക്കുണ്ട് കേട്ടോ. അതായത് ഇങ്ങോട്ട് കോട്ടക്കൽ സൈഡിലേക്ക് കുറച്ച് തിരക്കുണ്ട്. ഏത് തിരക്കുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ UPI പേയ്മെന്റ് ചെയ്യുമ്പോൾ ഡൈനാമിക് QR ചോദിച്ച് വാങ്ങുക. അതായത് സാധാ അവർ ഏതെങ്കിലും പോക്കറ്റിൽ നിന്ന് എടുത്തുകാണ്ട് ഒരു QR തരുമ്പോൾ അതിൽ സ്കാൻ ചെയ്യരുത്. അവരോട് പറയാം ഡൈനാമിക് QR. NHAയുടെ പുതിയ റൂൾ ഉണ്ടല്ലോ, ഡൈനാമിക് QR അവിടെ. ഞാൻ അവരെന്തെങ്കിലും ഒരു മെഷീനിൽ ഡൈനാമിക് QR ആക്കി തന്നാൽ അവരോട് റെസിപ്റ്റ് ചോദിക്കുക. റെസിപ്റ്റ് ചോദിക്കൽ നിർബന്ധമാണ്. നമ്മൾ അങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് പോയി നമ്മൾ ഇവിടെ എത്തി മെട്രോ ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്തെത്തി. ഇവിടെ ചെറുതായിട്ട് മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടല്ല, കുറച്ച് രീതിയിൽ അപകടാവസ്ഥയിൽ മണ്ണ് ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹൈലൈറ്റിന്റെ ആ ഒരു എക്സിറ്റിന്റെ ഭാഗത്ത് NHA കുറച്ചും കൂടി സ്ഥലം കണ്ടെത്തിയിട്ട് നല്ലൊരു അടിപൊളി കോൺക്രീറ്റ് വാൾ വരുന്നതാണ്. മെട്രോയുടെ ഈ ഒരു സൈഡിലുണ്ടോ, അതായത് കുറച്ചും കൂടി ബാക്കോട്ട് വന്നിക്കാന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു കോൺക്രീറ്റ് വാളിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഞാൻ ഒരു ഭാഗത്ത് അതും കൂടി ഉണ്ടാവുള്ളൂ. ഇവിടെ ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ കോൺക്രീറ്റ് വാളിന്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡ് മുട്ടിക്കാൻ പറ്റുമോ എന്നറിയാം. പക്ഷേ സർവീസ് റോഡ് മുട്ടിക്കണം. സർവീസ് റോഡ് ഈ ഒരു ബൈപ്പാസിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്. അതായത് ടോളിന്റെ ഭാഗത്തും മേജർ ബ്രിഡ്ജിന്റെ ഭാഗത്ത് മാത്രമാണ് സർവീസ് റോഡ് ഇല്ലാത്തുള്ളൂ. ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാളിന്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ അല്ലറ ചില്ലറ പണികൾ ഇപ്പോഴും കോഴിക്കോട് ബൈപ്പാസിൽ ചില സ്ഥലത്തൊക്കെ ബാക്കിയുണ്ട്. അതിൽ മലാപ്പറമ്പ് ഇപ്പോൾ പൂർണ്ണമായിട്ടും പണികൾ കഴിഞ്ഞ് സുഖമായിട്ട് പോകുന്നുണ്ട്. മലാപ്പറമ്പ് പക്ഷെ ആ ഒരു മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുന്ന അവിടെ ഒരു അണ്ടർപാസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മേൽപ്പാലോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാത്തത് കൊണ്ട് മെഡിക്കൽ കോളേജ് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ തിരിച്ച് ഈ ഒരു മലാപ്പറമ്പിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഗതാഗതക്കുരുക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. അത് ആ ഒരു സർവീസ് റോഡിലൂടെ പോകുന്ന ആൾക്കാർക്കും അതിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അവിടെയൊക്കെ ഒരു അണ്ടർപാസോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ കേട്ടോ. കാരണം 2 പ്രധാന റോഡുകളുണ്ട്. ഈ തൊണ്ടയാട് കഴിഞ്ഞതിന് ശേഷം 2 പ്രധാന റോഡുകളുണ്ട്. അവിടെ ഒരു സ്ഥലത്തെങ്കിലും ഒരു അണ്ടർപാസോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കേന്, ചെറിയ ബോക്സ് പാസോ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി. തൊണ്ടയാടൊക്കെ കഴിഞ്ഞ് നമ്മൾ എവിടെ എത്തി? മലാപ്പറമ്പ് കോൺക്രീറ്റ് വാളിന്റെ പണികൾ കഴിഞ്ഞു. സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 4-5 മാസം മുമ്പ് നമ്മൾ ഈ ഒരു കോൺക്രീറ്റ് വാളിന്റെ പണികൾ ചെയ്യുന്നതിന്റെ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പണികൾ കഴിഞ്ഞു. സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞു. പണി കഴിഞ്ഞ് ടോൾ പിരിവ് തുടങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും ഇനി അറുപുഴ പാലം
മാമ്പുഴ പാലം, പുറക്കാട്ടീരി പാലം, അതേപോലെ കോരപ്പുഴ പാലം. ഇതിന്റെ ആ ഭാഗത്തെ പണികളൊക്കെ നിലവിലുള്ള പാലം 3 വരിയാക്കുന്ന പണികൾ ബാക്കിയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇവിടെ വൈകുന്നേര സമയത്തൊക്കെ നല്ല തിരക്കാണ്. സർവീസ് റോഡിലൂടെ അങ്ങോട്ട് പോകുന്ന, അതായത് മലാപ്പറമ്പിൽ നിന്ന് ഹൈവേയിലോട്ട് കയറാൻ പോകുന്ന വാഹനങ്ങളും മെഡിക്കൽ കോളേജ് ഭാഗത്തു നിന്ന് ബസ്സുകളൊക്കെ ഈ ഒരു മലാപ്പറമ്പ് ഭാഗത്തേക്ക് വരുമ്പോൾ അവിടുന്ന് ഒരു ചെറിയൊരു ജംഗ്ഷൻ പോലെയാണ്. ആ സർവീസ് റോഡിനോട് വലിയ വാഹനങ്ങൾ ഇങ്ങനെ ഓടിച്ചെടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടായി ഉണ്ട് അവിടെ. സർവീസ് റോഡ് എന്തെങ്കിലും വീതി കൂട്ടുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ഒരു ബോക്സ് അണ്ടർപാസോ കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന മെഡിക്കൽ കോളേജിൽ നിന്ന് ആ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ അപ്പുറത്തെ അണ്ടർപാസിലൂടെ ഇങ്ങനെ യൂ ടേൺ എടുത്തിട്ട് മലാപ്പറമ്പ് ആ സൈഡിലുള്ള സർവീസ് റോഡ് ഉണ്ടല്ലോ, ഈ ബിൽഡിങ്ങിന്റെ ബാക്ക് കൂടെയുള്ള സർവീസ് റോഡിലൂടെ ഇങ്ങനെ വന്ന് ഓവർപാസിന്റെ മുകളിലേക്ക് വരിക. അതും നടക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ട്രാഫിക് പരിഷ്കരണം നടത്തിക്കാന്നുണ്ടെങ്കിലും ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മലാപ്പറമ്പ് ഓവർപാസിന്റെ മുകളിലൂടെ വരുന്ന വാഹനങ്ങൾ, അല്ലെങ്കിൽ പോകുന്ന ഹൈവേയിലോട്ട് കയറാൻ പോകുന്ന വാഹനങ്ങളും ഗതാഗതക്കുരുക്കിൽ പെടുന്നുണ്ട്. മലാപ്പറമ്പ് ഇപ്പോൾ കാര്യമായിട്ടുള്ള ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല സിഗ്നൽ, തിരക്കുള്ള ഒരു സിഗ്നൽ ജംഗ്ഷൻ തന്നെയായിരുന്നു മലാപ്പറമ്പ്. ഈ ഒരു ഓവർപാസിന്റെ പണിയൊക്കെ എന്ത് പെട്ടെന്നാണ് തീർന്നാരോ. ആഹാ, പുറത്ത് 4 വരി. ഇത് പൂർണ്ണമായിട്ടും കഴിഞ്ഞിക്കണോ? ഞാൻ ഇതിലൂടെ പോയിട്ട് കുറേ ആയേ. ഈ പ്രദേശത്ത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് റീപ്ലൈ തരാം. ഇതിന്റെ 4 വരിയാക്കുന്ന പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിക്കണോ? സംഭവം ഉഷാറായല്ലോ. ഇതേപോലെ നമ്മൾ കുറേ ബാക്കിലാണ് ചില കാര്യത്തിൽ. പ്രധാനപ്പെട്ട ടൗണിലെ റോഡുകളൊക്കെ വീതി കൂട്ടിയാൽ തന്നെ ഗതാഗതക്കുരുക്കിന് ചെറിയൊരു 30% കുറവ് വരുത്താം. പക്ഷെ വീതി കൂട്ടാനുള്ള സൗകര്യം നമ്മുടെ നാട്ടിൽ എവിടെ ഇല്ല. മലാപ്പറമ്പ് ഭാഗത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 1 മാസത്തിന് മുകളിലായി. 1 മാസം എന്നല്ല, 2 മാസത്തോളായി ഇവിടെ സർവീസ് റോഡൊക്കെ തുറന്നു കൊടുത്തിട്ട്. പക്ഷെ അതിലൂടെ ആ ഒരു സർവീസ് റോഡിലൂടെ ഇരുവശത്തേക്കുള്ള വാഹനങ്ങൾ പോകുമ്പോൾ ആ ഒരു മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു സൈഡിൽ നല്ല ആയിട്ട് മാറി. ഇനി ആളുകൾ റൂട്ടിൽ പരസ്പരം ബഹുമാനത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹകരണത്തോടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ കാര്യമായിട്ടുള്ള ബ്ലോക്ക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഞാനാദ്യം എന്ന് പറയുമ്പോഴാണ് ബ്ലോക്ക് കൂടുതലാകുക. ഇപ്പൊ പോണ മാതിരി ഇങ്ങനെ പരസ്പര സഹകരണത്തോടൊക്കെ പോയിക്കാന്നുണ്ടെങ്കിൽ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇങ്ങനെ ആൾക്കാർക്ക് പോകാൻ പറ്റൂട്ടോ. അതായത് ഇപ്പുറത്തേക്കൊക്കെ 2 വേ സിസ്റ്റത്തിലൂടെ ആളുകൾ ഇങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട്. പരസ്പര സഹകരണവും ബഹുമാനവും ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്ലോക്കിനൊക്കെ പരിഹാരം എളുപ്പത്തിൽ കാണാം. അതായത് ഒരു മര്യാദ കാണിച്ചാൽ മതി, ബ്ലോക്കൊന്നും ഇല്ലാതെ പോകാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലം കേട്ടോ. അതായത് തൊണ്ടയാട് കഴിഞ്ഞിട്ട് ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ, 4 കൂടിയ ജംഗ്ഷൻ. അവിടെ ഒരു ബോക്സ് അണ്ടർപാസ് എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉപകാരമായിരുന്നു. കാരണം ഇപ്പോൾ ആ വരുന്ന വാഹനങ്ങളൊക്കെ ഇങ്ങനെ യൂ ടേൺ എടുത്തിട്ടാണ് പോകുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ട് എന്താരോ, ഈ തിരക്കില്ലാത്ത റോഡാണിത്. പക്ഷേ ഈ റോഡുമെന്ന് വന്ന് നമ്മളെ തൊണ്ടയാട് ബ്ലോക്കിൽ ആ ഒരു ട്രാഫിക്കിൽ പെട്ടിട്ട് വേണം വാഹനങ്ങൾ യൂ ടേൺ എടുത്ത് വരാൻ. തൊണ്ടയാട് കൂടെ അപ്പുറത്ത് കൂടെ പോയിക്കാന്നുണ്ടെങ്കിൽ, ഇപ്പുറത്ത് കൂടെ വരാന്നുണ്ടെങ്കിൽ അത്ര ബുദ്ധിമുട്ടില്ല. തൊണ്ടയാട് പോയി ഇങ്ങനെ യൂ ടേൺ എടുത്ത് വരാന്നുണ്ടെങ്കിൽ എന്തായാലും ട്രാഫിക്കിൽ പെടണം. ഏതായാലും നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ചു പോവുകയാണ്. ഉച്ച സമയത്താണ് നമ്മൾ ഈ ഒരു ഭാഗത്തെ വീഡിയോ അത് എടുത്ത് കേട്ടോ. പക്ഷെ അപ്പോഴൊന്നും ഇവിടെ തിരക്കില്ല. ഇപ്പോഴാണ് ഈ ഒരു 3:30 മുതലാണ് തിരക്ക്. അതായത് 4 മണി ആ ഒരു ഓഫീസ് ടൈമും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴാണ് ഇവിടെ തിരക്ക് കൂടുന്നത്. ഇവിടെ മാത്രമല്ല, ചെറുവണ്ണൂർ തിരക്കുണ്ട്, കോരപ്പുഴ പാലം, അതേപോലെ പുറക്കാട്ടിരി പാലത്തിൻ്റെ ഭാഗത്തൊന്നും തിരക്കുണ്ടാവല്ലോ. അത് പിന്നെ ആ ടൗണിൽ നിന്ന് ഏകദേശം കുറച്ചാണ്ട് വിട്ടല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഹൈലൈറ്റിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടാവും, ഡെക്കാത്ലോണിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടാക്കും. പിന്നെ മലപ്പുറം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ ഒരു ഒട്ടുമിക്ക ആളുകളും ഒഴിവ് ദിവസങ്ങളിൽ കോഴിക്കോട് ബീച്ച്, ഹൈലൈറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഡെക്കാത്ലോൺ അങ്ങനെ കറങ്ങാൻ പോകും. അപ്പോൾ ആ ഒരു തിരക്കും ഈ ഒരു ഗതാഗതക്കുരുക്കിന് കാരണമാണ്. ഞാൻ വെച്ചിട്ട് തിരക്കുണ്ട് വിചാരിച്ചു കണ്ട് കറങ്ങാൻ പോകാൻ പറ്റൂലല്ലോ. അത് നമ്മളിഷ്ടമാണ്. പക്ഷേ യാത്രക്കാർക്ക് അസൗകര്യങ്ങളില്ലാതെ നല്ല സുഖമായിട്ടുള്ള യാത്ര ഒരുക്കേണ്ടത് ബന്ധപ്പെട്ട അതോറിറ്റിയുടെയും ആളുകളുടെയും കടമയാണ്. അത് മറക്കണ്ട. അല്ലാന്നുണ്ടെങ്കിൽ ടോൾ പിരിവാണ്ട് നിർത്തി വെക്കുക. തൽക്കാലം കുറച്ച് ദിവസമായിട്ട് നിർത്തി വെക്കുക. ഏതായാലും സുഹൃത്തുക്കളെ, വീഡിയോ ഞാൻ ഉടച്ച് നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കാൻ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, ഡൈനാമിക് QR. അപ്പോൾ ഏതായാലും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്താണ്ട് പോയിക്കോളി.